നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്നാണ്. സോ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ഇമേജ് ഫോർമേഷൻ ബൈ കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ, പിന്നെ അതിൻ്റെ ഒരു 6 കേസസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതെല്ലാം ഡിസ്കസ് ചെയ്തത്. പിന്നെ ഈ സൈൻ കൺവെൻഷൻ, ഈ ലെൻസ് ഫോർമുല, മാഗ്നിഫിക്കേഷൻ, അതൊക്കെയാണ് ഡിസ്കസ് ചെയ്യുക. അത് കാണാത്തവർ പോയി കാണുക. സോ ഇന്ന് പാർട്ട് 3 ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്നാണ്. സോ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിൻ്റെ ഒരു ബേസിക് ഡെഫിനേഷൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അത് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് വെൻ ലൈറ്റ് ട്രാവൽസ് ഒബ്ലീക്വലി ഫ്രം വൺ ട്രാൻസ്പെറൻറ്റ് മീഡിയം ഇൻ ടു അനദർ ഇറ്റ് ഗെറ്റ്സ് ബെൻഡ്. ദിസ് ബെൻഡിങ് ഓഫ് ലൈറ്റ് ഈസ് കോൾഡ് എ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. സോ ഇവിടെ പറഞ്ഞേക്കുന്ന വേറൊന്നുമല്ല, അതായത് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക്, അതായത് ബേസിക്കലി നമ്മൾ ഇത്രയും കാലം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ആ ഒരു ഫോർമേഷൻ, ഇമേജ് ഫോർമേഷൻ ഞാൻ പറഞ്ഞില്ലേ. സോ അതിലെല്ലാം നമ്മൾ കൺസിഡർ ചെയ്ത ലൈറ്റ് ജസ്റ്റ് എയറിൽ കൂടി മാത്രം പാസ് ചെയ്യുന്നുള്ളൂ എന്നാണ്. പക്ഷേ ഈ ഒരു കേസ്, റിഫ്രാക്ഷൻ്റെ കേസിൽ അങ്ങനെയല്ല. നമ്മളിവിടെ പറയുന്നത് അതായത് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയം, അത് നമുക്ക് ഏത് മീഡിയം വേണമെങ്കിലും ആവാം. വേണമെങ്കിൽ എയറിൽ നിന്ന് വാട്ടർ ആവാം, വാട്ടറിൽ നിന്ന് എയർ ആവാം, ഓയിൽ, അങ്ങനെ എന്ത് മീഡിയത്തിൽ വേണമെങ്കിലും ആവാം. സോ അങ്ങനെ ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ, സോ അത് എങ്ങനെ ട്രാവൽ ചെയ്യണം? ഒബ്ലീക്വലി. കണ്ടോ ഈ ഒരു വേർഡ് കണ്ടോ, ഒബ്ലീക്വലി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒബ്ലീക്വലി കണ്ടോ. സോ ഒബ്ലീക്വലി, അതായത് ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതായത് ഇങ്ങനെ ഇച്ചിരി ചരിഞ്ഞിട്ടാണ്, അത് ഇച്ചിരി സ്ലാൻഡ് ആയിട്ടാണ് കയറുന്നത്. അതിനെയാണ് ഒബ്ലീക്വലി എന്ന് പറയുന്നത്. സോ അതായത് ഈ നോർമലിൻ്റെ ഒപ്പോ അങ്ങനെയൊന്നും അല്ല, ഇച്ചിരി ചരിഞ്ഞിട്ടാണ് കയറുന്നത്. സോ അങ്ങനെ ചരിഞ്ഞിട്ട് കയറുന്ന സമയത്ത് എന്തുണ്ടാവുന്നതെന്ന് വെച്ചാൽ, അതായത് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക്, സോ അങ്ങനെ കയറാൻ നേരം എന്തുണ്ടാവും? ഈ ലൈറ്റ് ബെൻഡാവും. സോ ദിസ് ബെൻഡിങ് ഈസ് നോൺ ആസ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ ഈ ഒരു ബെൻഡിങ്ങിനെയാണ് നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ അത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ടൈം എന്ന് കേട്ടിട്ടുണ്ടാവും. അത് ഇമ്പോർട്ടൻ്റ് ആണോ എന്നറിയില്ല, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കുക. അത് പറയുന്ന വേറെ ഒന്നുമല്ല, ലൈറ്റ് ട്രാവലിംഗ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ടേക്ക് ദ ഷോർട്ടസ്റ്റ് പാത്ത് ദാറ്റ് റിക്വയർസ് ഷോർട്ടസ്റ്റ് പോസിബിൾ ട്രാവൽ ടൈം. അത് വേറെ ഒന്നുമല്ല, അതായത് നമ്മളിപ്പോൾ 2 പോയിൻറ്റ് കൺസിഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ ഒരു പോയിൻറ്റ് കൺസിഡർ ചെയ്തു, ഇവിടെ ഒരു പോയിൻറ്റ് കൺസിഡർ ചെയ്തു. സോ ആ ഒരു പോയിൻറ്റിലേക്ക് എനിക്ക് എത്താൻ ഒരുപാട് വഴിയാണ്. എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പോവാം, എനിക്ക് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ പോവാം, എങ്ങനെ വേണേലും പോവാം. പക്ഷേ ലൈറ്റ് എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ? അതായത് ലൈറ്റ് ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് എടുക്കുള്ളൂ. എങ്ങനത്തെ ഷോർട്ടസ്റ്റ് പാത്ത്? അതായത് ഏറ്റവും ലീസ്റ്റ് ടൈം കൊണ്ട് എങ്ങനെ ഏത് പാത്തിൽ കൂടിയാണാവോ നമുക്ക് ആ ഒരു പോയിന്റിൽ എത്താൻ പറ്റുന്നത്, ആ പാത്ത് ലൈറ്റ് എടുക്കുള്ളൂ. സോ ഈ ജസ്റ്റ് ഈ ഒരു ഫിഗറിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഇങ്ങനെ നേരെ നമുക്ക് പോവുകയാണെങ്കിൽ പെട്ടെന്ന് എത്താൻ പറ്റും ആ ഒരു രണ്ടാമത്തെ പോയിന്റിലേക്ക്. അപ്പോൾ ലൈറ്റ് എന്താ ചെയ്യണത്? ലൈറ്റ് ഈ ഒരു ഷോർട്ടസ്റ്റ് പാത്ത് മാത്രമേ എടുക്കുള്ളൂ. എന്തിന്? ആ ഒരു സമയത്തിനെ കുറയ്ക്കാൻ വേണ്ടി. സോ അങ്ങനത്തെ ആ ഒരു പാത്തേ ലൈറ്റ് എടുക്കുള്ളൂ. അതാണ് ഈ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ടൈം. അതായത് പേര് തന്നെയുണ്ട് ലീസ്റ്റ് ടൈം. സോ അപ്പോൾ ഇവിടെ ഈ റിഫ്രാക്ഷൻ്റെ കേസിൽ അതെങ്ങനെയാണ് നടക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, ഈ ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ലൈറ്റിൻ്റെ സ്പീഡിന് ചേഞ്ചസ് വരും. സോ നമ്മൾ പഠിച്ചേക്കുന്ന എയർ ലൈറ്റിൻ്റെ സ്പീഡ് 3 × 10⁸ m/s ആണ്. പക്ഷേ വാട്ടറിലോട്ട് കയറാൻ നേരം എന്താണ് ഉണ്ടാകുന്നത്? അതിൻ്റെ സ്പീഡ് ചേഞ്ച് ചെയ്യും. സോ എന്താണ്, ആ ഒരു മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യാൻ നേരം എയറിലുള്ള സ്പീഡ് ആയിരിക്കില്ല ലൈറ്റിന്. സോ വാട്ടറിലേക്ക് ഇറങ്ങാൻ നേരം ആ ഒരു സ്പീഡിന് ചേഞ്ച് വരും. സോ അങ്ങനെ സ്പീഡിന് ചേഞ്ച് വരാൻ നേരം ഇവർ ബെൻഡ് ചെയ്യും. സോ ബെൻഡ് ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ എന്തിനാണ്? അതായത് ഞാൻ ഫെർമാറ്റ്സ് ലീസ്റ്റ് ടൈം ആ പ്രിൻസിപ്പൾ പറഞ്ഞ്, അതായത് ഷോർട്ടസ്റ്റ് പാത്ത് വേണം എടുക്കാൻ. അതും ഏറ്റവും കുറവ് സമയം കൊണ്ട് എത്താൻ പറ്റുന്ന ഒരു ഷോർട്ടസ്റ്റ് പാത്തായിരിക്കും എടുക്കുന്നത്. സോ ഇങ്ങനെ സ്പീഡ് കുറയുന്ന സമയത്ത് ഇവർ ബെൻഡാവും. എന്തിനാണ് ബെൻഡാവുന്നത്? ആ ഷോർട്ടസ്റ്റ് പാത്ത്. അതായത് നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ നോക്കിയാൽ കാണാൻ സാധിക്കും, ഈ ഡോട്ടർ ലൈൻ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. സോ ഈ ഒരു ലൈറ്റ് നേരെ ഈ ഒരു ലൈനിൽ കൂടി തന്നെ ഇങ്ങനെ പോവുകയാണെങ്കിൽ അതിനെ ആ ഒരു ജസ്റ്റ് നമുക്കൊരു പോയിന്റിൽ റീച്ച് ചെയ്യണമെന്ന് വിചാരിച്ചോ. സോ ആ ഒരു പോയിന്റിലെത്താൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് ഇച്ചിരി കൂടുതലായിരിക്കും. പക്ഷേ ഇങ്ങനെ ഇച്ചിരി ബെൻഡ് ആവുന്നതുകൊണ്ട് എന്താണ്, കുറവ് സമയം കൊണ്ട് ആ ഒരു ഏത് പോയിന്റിലാണോ എത്തേണ്ടത് ആ ഒരു പോയിന്റിലെത്തും. സോ അതുകൊണ്ടാണ് ഇവിടെ ലൈറ്റ് ബെൻഡ് ആവുന്നത്. എന്തിന്? ആ ഒരു ഷോർട്ടസ്റ്റ് പാത്തും ആ ഒരു ഷോർട്ടസ്റ്റ് ടൈമും കിട്ടാൻ വേണ്ടിയാണ് ഈ ലൈറ്റ് ഇവിടെ ഇങ്ങനെ ബെൻഡ് ആവുന്നത്. കാരണം നമുക്ക് ഈ ഒരു ഫിഗർ തന്നെ നോക്കിയാൽ മനസ്സിലാവും. സോ ഈ 2 റേ കൺസിഡർ ചെയ്യാൻ നേരം ഏതായിരിക്കും ആദ്യം എത്തുന്നത്?
സോ നമുക്ക് ഇതാണ് ഒരു ഡെസ്റ്റിനേഷൻ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. സോ ഈ റേനെ രണ്ടിനെയും കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആദ്യം ഇവിടെ എത്താൻ പോകുന്നത് ഈ രണ്ടാമത്തെ ഈ ഒരു റേ ആയിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ അവിടെ അത്ര പെട്ടെന്ന് എത്തില്ല. സോ അങ്ങനെ പെട്ടെന്ന് എത്തുന്നതിന് വേണ്ടി ലീസ്റ്റ് ടൈം ആ ഒരു ഷോർട്ട് ടൈം ആവാൻ വേണ്ടിയാണ് ഈ ഒരു പാത്ത് ചൂസ് ചെയ്യണത്. സോ അതുകൊണ്ടാണ് അത് ബെൻഡ് ആവുന്നത്. അതാണ് ലൈറ്റ് ബെൻഡ് ആവാനുള്ള കാരണം. സോ ഇനിയും അടുത്ത പോയിന്റ് പറയുന്നത് വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം റെയറർ മീഡിയം ടു എ ഡെൻസർ മീഡിയം ഇറ്റ് ബെൻഡ്സ് ടുവേർഡ്സ് ദ നോർമൽ. അതായത് ലൈറ്റ് ഒരു റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ, അതിപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാം ഒരു എയർ, വാട്ടർ. സോ ലൈറ്റ് എയറിൽ നിന്ന് വാട്ടറിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് എന്താണ് ഉണ്ടാകുന്നത്? നേരെ നോർമലിനോട്, അതായത് നോർമലിന് അടുത്തേക്ക് നീങ്ങും. സോ ആ ബെൻഡായ ലൈറ്റ് റേ ഉണ്ടല്ലോ, ഈ ഒരു നോർമൽ ഉണ്ടോ, ആ നോർമലിൻ്റെ അടുത്തേക്ക് നീങ്ങും. അതാണ് അവിടെ പറയുന്നത്. അതാണ്. സോ എന്താണ് റെയറർ മീഡിയം നോക്കാം. റെയറർ മീഡിയം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതായത് ആ മീഡിയത്തിൽ ലൈറ്റ് ഇച്ചിരി ഫാസ്റ്റായിട്ട് ട്രാവൽ ചെയ്യും. അതിനെയാണ് റെയറർ മീഡിയം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന സാധനമുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, റെയറർ മീഡിയത്തിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ലൈറ്റിന് ഇച്ചിരി സ്പീഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അവിടെ ഇച്ചിരി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ലൈറ്റിന് കുറച്ച് സ്ലോ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു കേസിൽ റെയറർ മീഡിയത്തിൽ നിന്ന് നേരെ ഡെൻസർ മീഡിയത്തിലോട്ട് വന്നു. സോ എന്താണ് ഉണ്ടാകുന്നത്? ഡെൻസർ മീഡിയം ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്പീഡ് ഓഫ് ലൈറ്റ് അത്രയ്ക്ക് കുറവായിരിക്കും. സോ കുറവായതുകൊണ്ട് തന്നെ ആ ഒരു ഷോർട്ടസ്റ്റ് പാത്ത് അവരെടുക്കും. എന്തിന്? ആ ഒരു ഷോർട്ടസ്റ്റ് ടൈം അച്ചീവ് ചെയ്യാൻ വേണ്ടി. സോ അങ്ങനെ ഈ ലൈറ്റ് റേ നല്ല രീതിക്ക് ബെൻഡ് ആവും ടുവേർഡ്സ് നോർമൽ. അതാണ് ആ ഒരു കേസ്. ഇനി നെക്സ്റ്റ് കേസ് നോക്കാം. അതെന്ന് വെച്ചാൽ വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം ഇറ്റ് ബെൻഡ്സ് എവേ ഫ്രം ദ നോർമൽ. സോ ഈ ഒരു കേസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അതായത് ഒരു ലൈറ്റ് ഡെൻസർ മീഡിയം, ഇതാണ് ഇവിടുത്തെ ഡെൻസർ മീഡിയം, മാറിപ്പോയത് ഇതാണ് ഡെൻസർ മീഡിയം, ഇത് റെയറർ മീഡിയം. സോ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് റേ നോർമലിൽ നിന്നും മാറും. അതായത് ബെൻഡ് ചെയ്യും. ഇറ്റ് ബെൻഡ്സ് എവേ ഫ്രം ദ നോർമൽ. അങ്ങനെയാണ് ഇവിടെ കൊടുത്തേക്കുന്നുണ്ടോ, ഇറ്റ് ബെൻഡ്സ് എവേ ഫ്രം ദ നോർമൽ. കാരണം എന്താണ്? ഡെൻസർ മീഡിയം എന്ന് പറഞ്ഞാൽ ലൈറ്റിന് കുറച്ച് സ്ലോ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ റെയറർ മീഡിയത്തിലോട്ട് എത്തുമ്പോൾ എന്താവും? ഇച്ചിരി കൂടി ഫാസ്റ്റായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. സോ ആ ഒരു കേസിൽ എന്താണ്? ആ ഒരു ഷോർട്ടസ്റ്റ് പാത്ത്, അതായത് ആ ഷോർട്ടസ്റ്റ് ടൈം കിട്ടുന്ന ആ ഒരു ഷോർട്ടസ്റ്റ് പാത്ത് എടുക്കാൻ നേരം എന്താവും? അത് നല്ല രീതിക്ക് ബെൻഡാവും. നോർമലിൽ നിന്ന് നല്ലോണം ലൈറ്റ് ബെൻഡാവും. അതാണ് ഈ ഒരു കേസ്. സോ ഇതാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷനും കാര്യങ്ങളും എല്ലാം ഇതാണ്. നെക്സ്റ്റ് നമുക്ക് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ത്രൂ എ റെക്ടാങ്കുലർ ഗ്ലാസ് സ്ലാബ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, അതായത് വെൻ എ റേ ഓഫ് ലൈറ്റ് പാസസ് ത്രൂ എ റെക്ടാങ്കുലർ ഗ്ലാസ് സ്ലാബ് ഇറ്റ് ഗെറ്റ്സ് ബെൻഡ് ട്വൈസ് അറ്റ് ദ എയർ ഗ്ലാസ് ഇൻ്റർഫേസ് ആൻഡ് അറ്റ് ദ ഗ്ലാസ് എയർ ഇൻ്റർഫേസ്. എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അതായത് ഒരു ലൈറ്റ് ഒരു ഗ്ലാസ് സ്ലാബിൽ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് 2 വട്ടം ബെൻഡാവും, 2 വട്ടം റിഫ്രാക്ഷൻ സംഭവിക്കും. അതിലെ ഫസ്റ്റത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എയർ ഗ്ലാസ് ഇൻ്റർഫേസ് അവിടെയും, സെക്കൻഡ് ഈ ഒരു ഗ്ലാസ് എയർ ഇൻ്റർഫേസിൽ കൂടെയാണ്. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് കേസ് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതായത് ഇവിടെ ലൈറ്റ് എയറിൽ നിന്ന് നേരെ ഗ്ലാസ്സിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. അതായത് ഒരു റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുന്നു. സോ അങ്ങനെ എൻ്റർ ചെയ്യുന്ന സമയത്ത് എന്തായാലും അവിടെ ഒരു റിഫ്രാക്ഷൻ നടക്കും, അതായത് ബെൻഡിങ് ഓഫ് ലൈറ്റ് ഉണ്ടാവും. അതും എങ്ങനെയാണ് റേ എൻ്റർ ചെയ്യുന്നത്? ഒബ്ലീക്കായിട്ട്, അതായത് ഇച്ചിരി സ്ലാൻഡിങ് ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞായിരുന്നു, അതായത് റിഫ്രാക്ഷൻ നടക്കണമെങ്കിൽ കുറച്ച് സ്ലാൻഡിങ് ആയിട്ട് വേണം റേ എൻ്റർ ചെയ്യാൻ. ഇപ്പം നോർമൽ അലോങ് വല്ലോ ആയിരുന്നു ഈ ഒരു ലൈറ്റ് റേ എൻ്റർ ചെയ്തെങ്കിൽ അവിടെ റിഫ്രാക്ഷൻ ഒന്നും നടക്കില്ല. സോ ഒരു ഇൻസിഡൻറ്റ് റേ ഇങ്ങനെ എൻ്റർ ചെയ്യുന്നു, നേരെ എയറിൽ നിന്ന് ഗ്ലാസ്, അതായത് റെയറിൽ നിന്ന് ഡെൻസറിലേക്ക് പോകാൻ നേരം അവിടെ ലൈറ്റ് ബെൻഡ് ആവുന്നു. ഓക്കെ, സോ ഇവിടെ ബെൻഡ് ആകുന്നത് എങ്ങനെയാണ്, എങ്ങോട്ടാണ്? അതായത് നോർമലിന് അടുത്തേക്കാണ്. സോ റെയറിൽ നിന്ന് ഡെൻസറിലേക്ക് ലൈറ്റ് വരാൻ നേരം എപ്പോഴും നോർമലിന് അടുത്തേക്ക് എന്താണ് ആ ലൈറ്റ് റേ ബെൻഡാവും. സോ ഈ ഒരു ലൈറ്റ് റേ ഇവിടെ ബെൻഡായി കാണാം. ഈ ഒരു ബെൻഡായി ഈ ഒരു ലൈറ്റ് റേനെ പറയുന്ന പേരാണ് റിഫ്രാക്റ്റഡ് റേ. അതായത് റിഫ്രാക്ഷൻ സംഭവിക്കപ്പെട്ട, അതായത് റിഫ്രാക്റ്റ് ചെയ്യപ്പെട്ട ആ ഒരു റേ, അതാണ് റിഫ്രാക്റ്റഡ് റേ. ഓക്കെ, ആ ഒരു നോർമലും റിഫ്രാക്റ്റഡ് റേയുടെ ഇടയിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇൻസിഡൻറ്റ് റേയുടെ നോർമലിൻ്റെയും ഇടയിലുള്ളത് ഇൻസിഡൻറ്റ് റേ. ഓക്കെ, അതാണ് ഫസ്റ്റ് കേസ്. സോ ഇനി സെക്കൻഡ് കേസ് നോക്കാം. സെക്കൻഡ് കേസിൽ എന്താണ് സംഭവിച്ചത്? അതായത് ഗ്ലാസ്സിൽ നിന്ന് നേരെ എയറിലേക്കാണ് പോയത്.
അപ്പോൾ ഗ്ലാസ് എന്ന് പറഞ്ഞ ഒരു ഡെൻസർ മീഡിയമാണ്, എയർ എന്ന് പറഞ്ഞാൽ ഒരു റെയറർ മീഡിയം. സോ ഡെൻസറിൽ നിന്ന് നേരെ എയറിലേക്ക് പോകുന്ന സമയത്ത് എന്തായാലും അവിടെ റിഫ്രാക്ഷൻ ഉണ്ടാവും. എങ്ങനെ? അതായത് നോർമലിൽ നിന്നും മാറി, അതായത് ഇറ്റ് ബെൻസ് എവേ ഫ്രം ദ നോർമലിൽ നിന്നും മാറിയാണ് ആ ഒരു റേ ഇവിടെ എമർജ് ചെയ്യുന്നത്. സോ ഈ ഒരു പുറത്തേക്ക് വന്ന ഈ ഒരു റേനെ നമ്മൾ എമർജൻറ്റ് റേ എന്ന് വിളിക്കും. കണ്ടോ, എമർജൻറ്റ് റേ. ഈ ഒരു നോർമലും എമർജൻറ്റ് റേയുടെ ഇടയ്ക്കുള്ള ഈ ഒരു ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് എമർജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ഇവിടെ നടക്കുന്നത്. അതിപ്പോൾ നിങ്ങളതിൻ്റെ ആംഗിൾ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. ഇത് 6 ആണെങ്കിൽ ഇതും ഈക്വൽ ടു 6 തന്നെയായിരിക്കും, കാരണം ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണല്ലോ. അതായത് ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആംഗിൾസ് നോക്കിയാൽ കാണാൻ പറ്റും. അതായത് ഈ ആംഗിൾ ഓഫ് എമർജൻസ് എന്ന് പറയുന്നത് ഈസ് ഗ്രേറ്റർ ദാൻ ആർ, അതായത് ഈ റിഫ്രാക്ഷൻ, അതായത് ആർ ഡിനോട്ട് ചെയ്യുന്ന അതാണ്. ഓക്കെ, ഈ ഒരു ആംഗിൾ ഓഫ് എമർജൻസ് ഇ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ആർ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, അതായത് നോർമലിൽ നിന്ന് ഒരുപാട് മാറിയാണ് ഈ ഒരു എമർജൻറ്റ് റേ ഉള്ളത്. ഓക്കെ, അതാണ് ഈ ഒരു കേസ്. അതായത് 2 വട്ടം റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. അതായത് ഫസ്റ്റത്തെ കേസിൽ എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് വരുന്നു, അപ്പോൾ നോർമലിന് അടുത്തേക്ക് ലൈറ്റ് റിഫ്രാക്റ്റ് ആവുന്നു. നെക്സ്റ്റ് കേസിൽ ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് പോകുന്ന സമയത്ത് നോർമലിൽ നിന്നും മാറി ആ ഒരു എമർജൻറ്റ് റേ പോകുന്നു. ഇതാണ് ഈ ഒരു ഡയഗ്രാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഓക്കെ, സോ അപ്പോൾ നമുക്കിവിടെ വേറൊരു സാധനമാണ് ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയും. ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടോ, ഈ ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അതായത് ഇറ്റ് ഈസ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒറിജിനൽ പാത്ത് ഓഫ് ദ ഇൻസിഡൻറ്റ് റേ ആൻഡ് ദ എമർജൻറ്റ് റേ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല. അതായത് ഇതാണ് നമ്മുടെ ഇൻസിഡൻറ്റ് റേ. സോ ഈ ഇൻസിഡൻറ്റ് റേയുടെ ഒറിജിനൽ പാത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡോട്ടഡ് ലൈൻസ് കണ്ടോ, ഈ ഡോട്ടഡ് ലൈൻസ് ഇട്ടേക്കുന്നതാണ് ഇൻസിഡൻറ്റ് റേയുടെ ഒറിജിനൽ പാത്ത്. ഈ എമർജൻറ്റ് റേ ഇതാണ് എമർജൻറ്റ് റേ, ഞാൻ പറഞ്ഞല്ലോ. സോ ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ എമർജൻറ്റ് റേയുടെയും ഈ ഒരു ഒറിജിനൽ പാത്ത് വേ കണ്ടോ, ഇതിൻ്റെയും നടുക്കുള്ള ആ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ അതാണ് ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ്. നെക്സ്റ്റ്, ഈ ഒരു ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു 4 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റത്തേന്ന് വെച്ചാൽ ഞാൻ വേവ് ലെങ്ത്താണ് പറയാൻ പോകുന്നത്. അപ്പോൾ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് ഈ ഒരു ലൈറ്റ് ഒരു പ്രിസത്തിൽ കൂടി പാസ് ചെയ്യുന്ന സമയത്ത് അത് 7 കമ്പോണൻറ്റ് കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന കാര്യം അറിയാം. സോ അതിൽ 7 കളേഴ്സ് ഉണ്ട്. അതിലാണെങ്കിൽ വയലറ്റിൻ്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവായിരിക്കും, പക്ഷേ റെഡ് എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് നല്ലോണം കൂടുതലായിരിക്കും. സോ ഒരു ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കേസിൽ പറയാൻ നേരം ഈ ഒരു വേവ് ലെങ്ത്തിനോട് ഇൻവേഴ്സ്ലിയാണ് ഇവർ ഡിപ്പെൻഡ് ആയിരിക്കുന്നത്. അതായത് വേവ് ലെങ്ത്ത് ഇൻവേഴ്സ്ലി ഡിപ്പെൻഡൻ്റാണ്. സോ അതെന്താ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം കണ്ടോ, അതായത് ഈ ഒരു കേസിൽ ഈ ലാംഡ കണ്ടോ, അതാണ് വേവ് ലെങ്ത്തിനെ ഡിനോട്ട് ചെയ്യുന്ന ലാംഡ വെച്ചാണ്. ഓക്കെ, സോ ഈ ഒരു ലാംഡയുടെ വാല്യൂ കുറവാണെന്ന് പറയാം. സോ കുറവായേക്കുന്ന ആർക്കാണ്? വയലറ്റിനാണ്. സോ വയലറ്റിനെന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത്ത് കുറവാണ്. റെഡിനെ കമ്പയർ ചെയ്യുമ്പോൾ വയലറ്റിൻ്റെ വേവ് ലെങ്ത്ത് എന്ന് വെച്ചാൽ നല്ലോണം കുറവാണ്. സോ നമുക്കിവിടെ വയലറ്റിനെ തന്നെ കൺസിഡർ ചെയ്യാം. സോ ഇവിടെ വയലറ്റിൻ്റെ വേവ് ലെങ്ത്ത് കുറവാണ്. സോ അത് കുറവായതുകൊണ്ട് തന്നെ അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, അതായത് വയലറ്റിൻ്റെ വേവ് ലെങ്ത്ത് കുറവാണല്ലോ. സോ ഞാൻ പറഞ്ഞു വേവ് ലെങ്ത്തിനോട് ഇൻവേഴ്സ്ലി പ്രപ്പോർഷനാണ്. സോ വയലറ്റിൻ്റെ വേവ് ലെങ്ത്ത് കുറവായതുകൊണ്ട് തന്നെ ഇവിടെ ഈ ബെൻഡിങ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടുതലായിരിക്കും. കണ്ടോ, ഈ ഒരു ബെൻഡിങ് കൂടുതലായിരിക്കും വയലറ്റിൻ്റെ കേസിൽ. അപ്പോൾ ബെൻഡിങ് കൂടുതലായതുകൊണ്ട് തന്നെ ഈ ഒരു ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് വാല്യൂം ഇച്ചിരി കൂടുതലായിരിക്കും. പക്ഷേ റെഡിൻ്റെ കേസിൽ റെഡിന് വേവ് ലെങ്ത്ത് കൂടുതലാണ്. സോ അത് കൂടാൻ നേരം എന്തായാലും ബെൻഡിങ് കുറയും. സോ ആ ഒരു കേസിൽ റെഡിൻ്റെ ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാലാണ് ഈ ഒരു ഗ്ലാസ് സ്ലാബിൻ്റെ തിക്നെസ്. സോ തിക്നെസ് കൂടുന്നതിനനുസരിച്ച് ആ ഒരു ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂവിനും കൂടും. നെക്സ്റ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്ന സമയത്ത് എന്താ ഉണ്ടാകുന്നത്? ആ ഒരു ബെൻഡിങ് കണ്ടോ, ഈ ഒരു ലൈറ്റിൻ്റെ ബെൻഡിങ് കണ്ടോ, ആ ഒരു ബെൻഡിങ് കൂടും. സോ ഇവിടെ ഒരു ബെൻഡിങ് കൂടുന്നതുകൊണ്ട് തന്നെ ഈ ഒരു എമർജൻറ്റ് റേയിലും അതിനനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ടാകും. സോ അങ്ങനെ മാറ്റം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റും കൂടുതലായിരിക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാലാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസും കൂടുന്നതിനനുസരിച്ച് ഈ ഒരു ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റിനും വാല്യൂവും കൂടും. അതായത് അത് ഡയറക്ട്ലി പ്രപ്പോർഷണലാണ്. അപ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂം കൂടും. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു 4 കേസസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് തോന്നുന്നില്ല. ഓക്കെ, എന്നാലും ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ലോസ് ഓഫ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് നോക്കാം. സോ റിഫ്രാക്ഷൻ എന്താണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ലോസ് ഓഫ് റിഫ്രാക്ഷനാണ്. അപ്പോൾ നമ്മൾ റിഫ്ലക്ഷനെ 2 ലോസില്ല, അതേപോലെ തന്നെ
റിഫ്രാക്ഷനും 2 ലോസ് ഉണ്ട്. സോ അല്ല ഫസ്റ്റത്തെ ലോ ആണ് ദ ഇൻസിഡൻറ്റ് റേ, ദ റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ടു ദ ഇൻ്റർഫേസ് ഓഫ് 2 ട്രാൻസ്പെറൻറ്റ് മീഡിയ അറ്റ് ദ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ് ഓൾ ലൈൻ ദ സെയിം പ്ലെയിൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. ഇപ്പം ഞാൻ നേരത്തെ ഒരു ഫിഗർ തന്നെ കാണിച്ചു തരാം. അതായത് ഈ റെക്ടാങ്കുലർ ഗ്ലാസ് ലാവിൻ്റെ ഇത് പറഞ്ഞേക്കുന്നത് വേറെ ഒന്നുമല്ല. അതായത് ഈ ഒരു ഇൻസിഡൻറ്റ് റേ ഉണ്ടോ, ഈ ഇൻസിഡൻറ്റ് റേ, ഈ റിഫ്രാക്റ്റഡ് റേ, അതേപോലെ തന്നെ ഈ ഒരു നോർമൽ ഇവരെല്ലാം സെയിം പ്ലെയിനിൽ തന്നെയായിരിക്കും. അത് നമ്മൾ റിഫ്ലക്ഷൻ്റെ കേസിലൊരു ലോ പഠിച്ചായിരുന്നു. അതായത് ഈ ഇൻസിഡൻറ്റ് റേ, നോർമൽ, റിഫ്ലക്റ്റഡ് റേ ഇവരെല്ലാം ഒരു സെയിം പ്ലെയിനിൽ തന്നെയായിരിക്കും കിടക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു ലോ ആണ് ഇത്. അതായത് ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ, നോർമൽ ടു ദ ഇൻ്റർഫേസ് ഓഫ് 2 ട്രാൻസ്പെറൻറ്റ് മീഡിയ. അതായത് ഈ 2 ട്രാൻസ്പെറൻറ്റ് മീഡിയയുടെ ഇൻ്റർഫേസിലുള്ള ഈ ഒരു നോർമൽ ഇവരെല്ലാം എന്താണ്, ഓൾ ലൈൻ ദ സെയിം പ്ലെയിൻ. ഇവരെല്ലാം ഒരൊറ്റ സെയിം പ്ലെയിൻ. അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റിലല്ലേ ഈ ഒരു ഇൻസിഡൻറ്റ് റേ വന്ന് അടിക്കുന്നത്. സോ ആ ഒരു പോയിന്റിൽ തന്നെ ഇവർ 3 ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഇപ്പം ഇവിടെയാണ് ഇൻസിഡൻറ്റ് റേ എങ്കിൽ എന്താ പറയുക, ഇവിടെ മാറിയൊന്നും ആയിരിക്കുമല്ലോ നോർമലും എന്താ പറയുക ഈ റിഫ്രാക്റ്റഡ് റേയും എല്ലാം. ഈ ഒരു പർട്ടിക്കുലർ പ്ലെയിൻ, അതായത് മാറിയെന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ വേറെ ഒരു പ്ലെയിനിലൊന്നും ആയിരിക്കില്ല, വേറെ സെപ്പറേറ്റ് ഇരിക്കുന്ന ഒരു ഗ്ലാസ് ലാബിലൊന്നും ആയിരിക്കില്ല. എവിടെ ഏത് പോയിന്റിലാണോ ഏത് പ്ലെയിനിലാണോ ഈ ഇൻസിഡൻറ്റ് റേ ഒന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്, റിഫ്രാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു റിഫ്രാക്റ്റഡ് റേയും നോർമൽ ഇൻസിഡൻറ്റ് റേയും എല്ലാം ആ പർട്ടിക്കുലർ പ്ലെയിനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ആ ഫസ്റ്റത്തെ ലോ. ഓക്കെ, സോ ഇനി സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. അതായത് ദ റേഷ്യോ ഓഫ് ദ സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദ സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ is a constant for the light of a given color and for a given pair of media. So this law is also known as Snell's law of refraction. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ്. അതായത് ഇത് പറയുന്നത് വേറെ ഒന്നുമല്ല. അതായത് റേഷ്യോ ഓഫ് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ഇവയെ രണ്ടും ഒരു കോൺസ്റ്റൻറ്റിനോട് ഈക്വലാണ്. സോ ആ ഒരു കോൺസ്റ്റൻറ്റിനെ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയാം. അത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് N2 ഡിവൈഡഡ് ബൈ N1. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എന്താണ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 1 എന്നാണ് ഇതിൻ്റെ ഒരു മീനിങ്. സോ ഈ ഒരു ലോ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ എന്തായാലും ആവശ്യമുള്ള ലോ ആണ്. ഈ ഒരു ലോനെ പറയുന്ന പേരാണ് സ്നെൽസ് ലോ. അതായത് സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് N2 ഡിവൈഡഡ് ബൈ N1 എന്ന് എടുക്കാം. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 1. അതായത് ഇപ്പോൾ നമ്മൾ ഒരു കേസ് എടുക്കാം. അതായത് ഒരു ലൈറ്റ് റേ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുന്നു. സോ അപ്പോൾ അതിൻ്റെ എന്താണ് ചിലപ്പോൾ അവർ ആംഗിൾ തന്നിട്ടുണ്ടാവും, ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ ഒക്കെ തന്നിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഈ ഒരു N1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ. സോ ആ ഒരു കേസിൽ നമുക്ക് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാം. സോ അതാണ് ഈ ഒരു ഫോർമുല. ഓക്കെ, അതിനെ തന്നെ നമുക്ക് ഈ എന്താണ് സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു V1 ബൈ V2 എന്ന് എഴുതാം. V1 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് എന്താണ് ലൈറ്റ് അറ്റ് മീഡിയം 1, അതായത് മീഡിയം 1 ഉള്ള ലൈറ്റിൻ്റെ വെലോസിറ്റി, അതേപോലെ തന്നെ മീഡിയം 2 ലൈറ്റിൻ്റെ വെലോസിറ്റിയാണിത്. സോ ഇങ്ങനെ വന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സോ നിങ്ങളിവിടെ ഒരു ഫോർമുല ഉണ്ടോ, അതായത് എന്നിൻ്റെ ഫോർമുലയാണ് N ഈസ് ഈക്വൽ ടു C ബൈ V. ഇവിടെ C എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം, അതേപോലെ തന്നെ V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എ പർട്ടിക്കുലർ മീഡിയം. സോ ഈ ഒരു ഫോർമുല നോക്കിയാൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതായത് ഈ ഒരു N എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണല്ലോ. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി. അത് ഈ V വെലോസിറ്റി എന്ന് ഉദ്ദേശിച്ചാൽ അതൊരു പർട്ടിക്കുലർ മീഡിയത്തിലെ ലൈറ്റിൻ്റെ വെലോസിറ്റിയാണ് V. സോ ഈ ഒരു N എന്ന് പറയുന്നത് എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. സോ അങ്ങനെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ എന്താണ് ഇപ്പോൾ ഈ ഒരു ഫോർമുല നോക്കിയാൽ കാണാൻ പറ്റും. അതായത് N2 ആണെങ്കിൽ N2 ബൈ N1 ആണല്ലോ. സോ അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് V1 ബൈ V2 എന്ന് എഴുതാൻ പറ്റും. കാരണം അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതുകൊണ്ട് അതായത് കാരണം ഇവിടെ ഈ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്നതിനനുസരിച്ച് ഇവൻ്റെ വെലോസിറ്റി കുറയും. അതാണ് ഇൻവേഴ്സ്ലി എന്ന് ഉദ്ദേശിച്ചത്. അതേപോലെ തന്നെ വെലോസിറ്റി കൂടുകയാണെങ്കിൽ എന്താണ് അതിനർത്ഥം ആ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണെന്നാണ്. ഇതാണ് എന്താണ് സ്നെൽസ് ലോ. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നോക്കാം. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. അതായത് the absolute refractive index of a medium is the ratio of speed of light in air or vacuum to the speed of light in a medium. അതെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ഫോർമുല കാണിച്ചില്ലേ, ഇത് തന്നെയാണ് പറയുന്നത്. അതായത് ഈ ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം, അതായത് C, അതിൻ്റെ ഒരു സ്പീഡെന്ന് പറഞ്ഞാൽ
ഒരു പർട്ടിക്കുലർ വാല്യൂ, അതായത് 3 × 10⁸ അതാണ് ഏറ്റവും സ്പീഡ് ഓഫ് ലൈറ്റ്. ആ ഒരു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എ പർട്ടിക്കുലർ മീഡിയം. അതായത് നമുക്കിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഇങ്ങനെയാണ്. അതായത് ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്. അതായത് ആ ഒരു പർട്ടിക്കുലർ മീഡിയത്തിൽ ഉള്ള ലൈറ്റിൻ്റെ സ്പീഡ്, അതായത് എന്താണ്, ഒരു വാക്യൂത്തിലുള്ള ലൈറ്റിൻ്റെ സ്പീഡ് ഡിവൈഡഡ് ബൈ ആ ഒരു പർട്ടിക്കുലർ, ഇപ്പോൾ ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ്സിലുള്ള ആ ഒരു ലൈറ്റിൻ്റെ സ്പീഡിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ ആണ് എന്താണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതായത് ആബ്സൊല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയാം. അതിൻ്റെ ഒരു ഫോർമുല കണ്ടോ, അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഓർ വാക്യൂം ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എ മീഡിയം. അത് തന്നെയാണ് ഇത്. ഓക്കെ, നെക്സ്റ്റ്, ദ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 1 ഈസ് ദ റേഷ്യോ ഓഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 1 ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 2. അത് ഞാൻ ഈ ഒരു ഫോർമുല ഞാൻ കാണിച്ചു തന്നില്ലേ, കണ്ടോ, ഇത് കണ്ടോ, N2/N1 ഈസ് ഈക്വൽ ടു V1/V2 എന്ന്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ N21ൻ്റെ അർത്ഥം വേറെ ഒന്നുമല്ല, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 1. അതാണ് N21 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് N21 എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് N2/N1, അതായത് ഈ ഒരു ഫോർമാറ്റിൽ എഴുതാൻ പറ്റും. ഈ ഒരു N2/N1നെയാണ് നമ്മൾ V1/V2 എന്ന് എഴുതുക. അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, കണ്ടോ, ഇസ് ദ റേഷ്യോ ഓഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 1 ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 2. കണ്ടോ, ആ ഒരു N21നെ ഇങ്ങനെ എഴുതാം, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 1 ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 2. അത് തന്നെയാണ് ഈ ഒരു ഫോർമുല. കണ്ടോ, N21 ഈസ് ഈക്വൽ ടു V1/V2. ഇതേ സെയിം സാധനം തന്നെയാണ് ഇത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പഠിക്കാൻ ഒരു എളുപ്പമാണ്. കാരണം N21 എന്ന് വെച്ചാൽ മീഡിയം ഓഫ് എന്താണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം 2 വിത്ത് റെസ്പെക്ട് ടു മീഡിയം 1 ആണ്. സോ N21, പക്ഷേ അത് വെലോസിറ്റിയുടെ ടേംസിൽ എഴുതാൻ നേരം ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി. അതായത് ഇവിടെ N2ഉം N1ഉം വരാൻ നേരം ഇവിടെ എന്താണ്, V1ഉം V2. സോ അങ്ങനെ പഠിച്ചു വയ്ക്കാം. ഓക്കെ, സോ അപ്പോൾ ഇന്നതാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് സ്ഫെറിക്കൽ ലെങ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പാർട്ട് 3ൽ ഇത്തരം സാധനങ്ങളാണ് കവർ ചെയ്തേക്കുന്നത്. ഓക്കെ.